ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 21 മുതലുള്ള തിരുവചനങ്ങൾ. യൂദാസിന്റെ വഞ്ചനയെക്കുറിച്ച്. ഇത് പറഞ്ഞപ്പോൾ യേശു ആത്മാവിൽ അസ്വസ്ഥനായി. അവൻ വ്യക്തമായി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവൻ ആരെപ്പറ്റി പറയുന്നു എന്നറിയാതെ ശിഷ്യന്മാർ ആകുലചിത്തരായി പരസ്പരം നോക്കി. ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ അവന്റെ വക്ഷസ്സിലേക്ക് ചാരിക്കിടന്നിരുന്നു. ശിമയോൻ പത്രോസ് അവനോട് ആംഗ്യം കാണിച്ചു ചോദിച്ചു, അവൻ ആരെപ്പറ്റി പറയുന്നു എന്ന് ചോദിക്കുക. യേശുവിൻ്റെ വക്ഷസ്സിൽ ചേർന്ന് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു, കർത്താവേ, ആരാണത്? അവൻ പ്രതിവചിച്ചു, അപ്പക്കഷണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ. അവൻ അപ്പക്കഷണം മുക്കി ശിമയോൻ സ്കറിയാത്തോയുടെ മകൻ യൂദാസിന് കൊടുത്തു. അപ്പക്കഷണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. എന്നാൽ ഭക്ഷണത്തിനിരുന്നവരിൽ ആരും അവനിത് എന്തിനു പറഞ്ഞുവെന്ന് അറിഞ്ഞില്ല. പണസഞ്ചി യൂദാസിന്റെ പക്കലായിരുന്നതിനാൽ നമുക്ക് തിരുനാളിന് ആവശ്യമുള്ളത് വാങ്ങുക എന്നോ ദരിദ്രർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നോ ആയിരിക്കാം യേശു അവനോട് ആവശ്യപ്പെട്ടതെന്ന് ചിലർ വിചാരിച്ചു. ആ അപ്പക്കഷണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തുപോയി. അപ്പോൾ രാത്രിയായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുമാറാകട്ടെ. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏപ്രിൽ മാസം 14-ാം തീയതി തിങ്കളാഴ്ച ഈ രാത്രിയിൽ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യൂദാസിന്റെ വഞ്ചനയെക്കുറിച്ചാണ്. ഈശോ പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ അവർ ഓരോരുത്തരായി മറ്റ് സുവിശേഷ ഭാഗങ്ങളിൽ, സമാന്തര സുവിശേഷ ഭാഗങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ഓരോരുത്തരും ചോദിച്ചു, കർത്താവേ, അത് ഞാനാണോ എന്ന് ചോദിച്ചു എന്നാണ്. ഇത് ഒരു ആത്മപരിശോധനയ്ക്കുള്ള ഒരു ചോദ്യമാണ്. ഓരോരുത്തരും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഈശോയെ, നിന്നെ തള്ളിപ്പറയാൻ പോകുന്നത് ഞാനാണ്? നിന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നത് ഞാനാണോ? എൻ്റെ പാപങ്ങളാണോ നിന്നെ കുരിശിലേക്ക് തള്ളിവിടുന്നത്? നിന്റെ സഹനത്തിൻ്റെ കാരണം ഞാനാണോ? ഇന്ന് നിന്റെ ഹൃദയം മുറിഞ്ഞതിൻ്റെ കാരണം ഞാനാണോ? ഇന്ന് നിന്റെ കണ്ണുനീർ പൊടിഞ്ഞതിൻ്റെ കാരണം ഞാനാണോ? നീ ഇന്ന് വേദനിക്കാൻ ഇടയായത് എൻ്റെ വാക്കുകൾ കൊണ്ടും എൻ്റെ പ്രവൃത്തികൾ കൊണ്ടുമാണോ? ഞാൻ നിന്നിൽ നിന്ന് മുഖം തിരിച്ചത് കാരണമാണോ നീ വേദനിക്കാൻ ഇടവന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മാത്രമല്ല, അല്ലേ? നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് മുറിവേൽക്കാം. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് മുറിവേൽക്കാം. മറ്റൊരാളെ മുറിവേൽപ്പിക്കാനുള്ള വേറൊരു മാർഗമാണ്, അയാളിങ്ങനെ നടന്നു വരുന്ന കണ്ടപ്പോൾ ഇങ്ങനെ മുഖം തിരിഞ്ഞൊരൊറ്റ പോക്ക് പോകുമ്പോൾ
ഈ പറഞ്ഞതിനേക്കാളും ചെയ്തതിനേക്കാളും വേറൊരാൾക്ക് എന്ത് സംഭവിക്കും? മുറിവ് കൂടുതലേൽക്കും. ഹാലേലുയ, ഹാലേലുയ. അങ്ങനെ ഒന്നും പറയാതെ ഒന്നും ചെയ്യാതെ നമ്മൾ മറ്റുള്ള പലരെയും മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഹാലേലുയ. എന്നിട്ട് നമ്മൾ ചോദിക്കും, ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ, ഞാനതിനൊന്നും ചെയ്തില്ലല്ലോ എന്ന് നമ്മൾ പറയുകയും നമ്മൾ മുഖം വീർപ്പിച്ച് ഇങ്ങനെ ഇരുന്നു കൊണ്ട് പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഞാൻ ക്ഷമിക്കലൊക്കെ കഴിച്ചു, ഞാൻ ഇനി 2 ദിവസത്തേക്ക് ഈ വീട്ടിൽ നിന്നൊന്നും ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഈശോയെയും ഇതുപോലെ നമ്മൾ മുഖം തിരിച്ച് കളഞ്ഞുകൊണ്ട് ഈശോയെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വാക്ക് പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ട് ഒക്കെ മുറിവേൽപ്പിച്ച നമ്മൾ ഈ ചോദ്യം നിരന്തരം ചോദിക്കണം. ഈശോയെ, നിന്നെ കുരിശുമരണത്തിലേക്ക്, നിന്നെ പീഡാസഹനത്തിലേക്ക്, നിന്നെ വേദനയിലേക്ക് തള്ളിവിടുന്നത് ഞാനാണോ? എൻ്റെ ചിന്തകളാണോ? എൻ്റെ പ്രവൃത്തികളാണോ? എൻ്റെ വാക്കുകളാണോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ വിശുദ്ധ വാരത്തിൻ്റെ ഈ തിങ്കളാഴ്ച രാത്രിയിൽ നമ്മുടെ ഹൃദയം കുറെ കൂടെ വിശുദ്ധീകരിക്കപ്പെടണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. അതൊരു പക്ഷേ അനുതാപത്തിൻ്റെ കണ്ണുനീർ കൊണ്ടായിരിക്കാം നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടേണ്ടത്. നമ്മുടെ നിലപാടുകളിൽ, അപരനോടുള്ള നിലപാടുകളിൽ മാറ്റം വരുത്തണം. ഈശോ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, പരസ്പരം സ്നേഹിക്കുക, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക. ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ, പരസ്പരം സ്നേഹിക്കാൻ കഴിയാതിരുന്ന സമയങ്ങളെ ഓർത്ത് അനുതപിക്കാം. അപരനെ ദ്വേഷിച്ചുകൊണ്ടും നമ്മൾ ഈശോയെ തള്ളിപ്പറഞ്ഞു. അപരനെ ഒറ്റിക്കൊടുത്തപ്പോൾ ഒറ്റിക്കൊടുക്കപ്പെട്ടത് ഈശോ തന്നെയായിരുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ. കർത്താവ് നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് കരമടിച്ച് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ശക്തിയോടെ കരമടിച്ച് നന്ദി പറയട്ടെ. ഹല്ലേലൂയ. എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്ന്, പൈശാചിക പീഡകളിൽ നിന്ന്, അന്ധകാര ശക്തികളിൽ നിന്ന് കർത്താവ് നമുക്ക് മോചനം നൽകുന്നു, വിടുതൽ നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി ഇറങ്ങുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡെലിവറൻസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയുന്ന സമയം, കെട്ടുകൾ പൊട്ടുന്ന സമയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ 7 നിയോഗങ്ങൾ പ്രത്യേകമായി ഇപ്പോൾ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിക്കാം. ഈശോയേ, 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 ഈശോയേ. നമുക്ക് മുട്ടുകുത്താം. നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പ്രിയപ്പെട്ടവരെ, തിരുത്തിപ്പുറത്ത് നടക്കുന്ന ബൈബിൾ കൺവെൻഷന്റെ അവസാന ദിവസമാണ് നാളെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകമായ പ്രാർത്ഥനകൾ അഭ്യർത്ഥിക്കുന്നു. കർത്താവ് തൻ്റെ ശക്തമായ കരം നീട്ടി അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ വചനം സ്ഥിരീകരിക്കാൻ, എൻ്റെ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു ജനസമൂഹമുണ്ടാകാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ പട്ടിണി കിടക്കുന്നവരെയും യാത്ര ചെയ്യുന്നവരെയും നാളെ ഓപ്പറേഷന് വിധേയരാകുന്നതിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെയും ഭവനങ്ങളിലും ആശുപത്രികളിലും രോഗികളായി കഴിയുന്നവരെയും മരണാസന്നരെയും അനാഥരെയും വിധവകളെയും നമ്മുടെ പ്രത്യേകമായ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി യേശുനാമം വിളിച്ച് ആശീർവാദം സ്വീകരിക്കാം. സാധിക്കുന്ന എല്ലാവരും ശിരസ് തറയിൽ മുട്ടിച്ച് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ വിജയത്തിലെത്തിക്കുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സന്തോഷമുള്ള രാത്രി, സുഖനിദ്രയുള്ള രാത്രി ആശംസിക്കുന്നു. നാളെ കൂടുതൽ ആരോഗ്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ തെളിഞ്ഞ മനസ്സോടുകൂടെ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യ ശുശ്രൂഷകളിൽ വ്യാപൃതരാകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം.